അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ മുഖ്തസറിൻ്റെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. എല്ലാ വിദ്യാർത്ഥികളും കിതാബ് മുമ്പിൽ വെച്ചുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കണമെന്ന് നിങ്ങളെ ആമുഖമായി ഉണർത്തുകയാണ്. നമ്മൾ ലഫ്ദിയായ മുഹസ്സനാത്തിനെ കുറിച്ചാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സജഅനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാനുള്ളത്, ശ്രദ്ധിക്കുക. വമിൻഹു ഐ വമിനൽ ലഫ്ദി അൽ മുവാസനത്തു വഹിയ തുസാവിൽ ഫാസിലത്തൈനി ഫിൽ വസ്നി ഫഖത്ത് ദൂനൽ തഖ്ഫിയത്തി. വമിനൽ ലഫ്ദി, ലഫ്ദിയായ തഹ്സീൻ ഉജൂഹിൽ കലാമിൽ പെട്ടതാണ്, മുഹ്സനാത്തുൽ ലഫ്ദിയിൽ പെട്ടതാണ് എന്നർത്ഥം. അൽ മുവാസനത്തു, മുവാസനത്ത് എന്ന് പറയുന്ന ഇനം. വഹിയ, എന്താ ഈ മുവാസനത്ത് എന്ന് പറഞ്ഞത്? വഹിയ, അത് തുസാവി സമമാകലാണ്, ഫാസിലത്തൈനി രണ്ട് ഫാസിലകൾ, രണ്ട് ഫിക്കറകളിലെ അവസാനത്തെ വേർഡിലെ അക്ഷരങ്ങൾ എന്നർത്ഥം. ഐ, അതായത് ഫാസിലകൾ എന്ന് പറഞ്ഞ ഉദ്ദേശം അയൽ കലിമത്തൈനി അഖീറത്തൈനി മിനൽ ഫിഖറത്തൈനി ഔ മിനൽ മുസാഇറൈനി. അൽ കലിമത്തൈനിൽ അഖീറത്തൈനി, അവസാനത്തെ രണ്ട് കലിമത്തുകൾ. മിനൽ ഫിഖറത്തൈനി, സെൻറ്റൻസുകളിലാണെങ്കിൽ രണ്ട് ഫിഖറത്തുകളിൽപ്പെട്ട. ഔ മിനൽ മുസാറൈനി, അല്ലെങ്കിൽ രണ്ട് വരികൾ, അതായത് ഒരു ബൈത്തിലെ രണ്ട് ഭാഗങ്ങൾ, അല്ലേ, അതിൻ്റെ അവസാനത്തെ രണ്ട് കലിമത്തുകൾ. അപ്പം അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, നമ്മൾ സജഅ എന്ന് പറഞ്ഞത് നെസറിൽ മാത്രമാണ് ഉണ്ടാവുക എന്നാണ് പ്രബലം. എന്നാൽ മുവാസനത്ത് അങ്ങനെയല്ല, നെസറിൽ മാത്രമല്ല, ഗദ്യത്തിലുണ്ടാവും പദ്യത്തിലുണ്ടാവും എന്ന് ഇവിടുന്ന് മനസ്സിലായി. കാരണം ഫിഖറത്തൈനി ഔ മിനൽ മുസാറൈനി, മുസാറ ഉണ്ടാകുക, മിസ്ര ഉണ്ടാകുക കവിതകളിലാണ്. ഒരു വരി തന്നെ രണ്ടായിട്ട് എഴുതുന്നതിന് മിസ്ര എന്ന് പറയില്ല, ഒന്നാം മിസ്ര രണ്ടാം മിസ്രയിലെ. അപ്പം മിസ്രയിൽ പെട്ടതോ അല്ലെങ്കിൽ ഫിക്ര എന്ന് പറഞ്ഞാൽ ഫിക്രത്ത് എവിടെ ഉണ്ടാകുക? ഗദ്യത്തിലാണ് ഉണ്ടാവുക, മറ്റേ പദ്യത്തിലും. അപ്പോൾ ഈ രണ്ടിൽ പെട്ടതിനും എന്ത് പറയും? മുവാസനത്ത് എന്ന് പറയും. ഫാസിലകൾ ഒരുപോലെ വരുന്ന ഏത് വിഷയത്തിൽ? ഫിൽ വസ്നി, വസ്നിൽ ഒരേപോലെ ഫാസിലകൾ ഉള്ളതാണ്, ഫാസിലകൾ ഒരുപോലത്തതാണെങ്കിൽ അതിന് എന്ത് പറയും? മുവാസനത്ത് എന്ന് പറയും. അപ്പം അത് ഫിക്രത്തിലാവാം എന്ന് പറഞ്ഞാൽ ഗദ്യത്തിലാവാം, മിസ്രയിലാവാം എന്ന് പറഞ്ഞാൽ പദ്യത്തിലുമാവാം. ദൂന തഖ്ഫിയത്തി, ഇതിൽ എന്താ ചെയ്യണ്ട? സമമാവണ്ട. തഖ്ഫിയത്തിൽ അവസാനത്തെ വാക്ക്, അവസാനത്തെ അക്ഷരം ഒരുപോലെ വരണം എന്ന വിഷയത്തിൽ എന്തില്ല? വേണ്ട, വെറും വസ്നൊത്താ മതി. ഉദാഹരണം നോക്കൂ. വനമാരിഖു മസ്ഫൂഫത്തുൻ വസറാബിയ്യു മബ്സൂസ, അല്ലേ? വനമാരിഖു മസ്ഫൂഫ, അണിയായി വെച്ച തലയണികളുണ്ട്. വസറാബിയ്യു മബ്സൂസ, നല്ല വിരിച്ചിട്ടായ വിരിപ്പുകളുമുണ്ട്. ഫഇന്ന മസ്ഫൂഫ്, അവിടെ മസ്ഫൂഫത്ത് മബ്സൂസ, നോക്കി, അതാണ് ഫാസിലത്ത് എന്ന് പറഞ്ഞല്ലേ. മസ്ഫൂഫ മബ്സൂസ രണ്ടും മുതസാവിയതാനി, അത് രണ്ടും സമമായതാണ്. ഫിൽ വസ്നി, രണ്ടിൻ്റെയും വസ്നി മഫ്ഊലത്ത് വസ്നാണ്. ലാ ഫി തഖ്ഫിയത്തി, എതിലല്ല? തഖ്ഫിയത്തിലല്ല, അങ്ങനെ അവസാനത്തെ അക്ഷരം ഒരുപോലെ വന്നതിലല്ല. കാരണം ഇതിൽ ഊല, അങ്ങനെ ഒന്നാമത്തത് അലൽ ഫാഇ മസ്ഫൂഫ എന്ന ഫാഇൻ്റെ മേലാണ്. വസാനിയത്തു അല സാഇ, രണ്ടാമത്തോടത്ത് അത് സാഇൻ്റെ മേലില്ല. വലാ ഇബ്റത ബി താഇ തൈനീസി, ഇവിടെ താഇത്തൈനീസിനെ പരിഗണിക്കൂല. ഫിൽ ഖാഫിയത്തി, ഈ ഖാഫിയത്ത് നോക്കുമ്പോൾ അവസാനത്തെ അക്ഷരത്തിൻ്റെ വിഷയത്തിൽ തൈനീസിൻ്റെ താ ആണെങ്കിൽ അത് പരിഗണിക്കൂല. അലാമ ബയ്യന ഫി മൗദഇ, അത് അതിൻ്റെ സ്ഥലത്ത് മുമ്പ് വിശദീകരിച്ചു പോയിട്ടുണ്ട്, അത് പ്രകാരം. ളാഹിറു ഖൗലിഹി ദൂന തഖ്ഫിയത്തി അന്നഹു യജിബു ഫിൽ മുവാസനത്തി അദമു തസാവി ഫി തഖ്ഫിയത്തി. ഇവിടെ നമ്മൾ വിശദീകരണം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ തഅരീഫ് പറഞ്ഞപ്പോൾ, തസാവിൽ ഫാസിലത്തൈനി ഫിൽ വസ്നി ദൂന തഖ്ഫിയത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ലാഹിറു ഖൗലി, മുസന്നിഫിൻ്റെ ഖൗലിൻ്റെ ലാഹിർ എന്താണ്? മുസന്നിഫിൻ്റെ ഖൗല് ദൂന തഖ്ഫിയത്തി, അവസാനത്തെ അക്ഷരം യോജിച്ചു വരണം, അതിൽ വേണ്ട, അതിൽ കൂടാതെ എന്ന് പറഞ്ഞാൽ ദൂന തഫ്ഖിയത്ത് എന്ന വാക്കിൻ്റെ ലാഹിർ അന്നവും നിശ്ചയമായും യജിബു, നിർബന്ധമാകും എന്നാണ്. ഫിൽ മുവാസനത്തി, മുവാസനത്തി എന്ന് പറയുന്ന ഈ വസ്നിൽ അദമു തസാവി ഫി തഖ്ഫിയത്തി, തഖ്ഫിയത്തിൽ സമമാകൽ ഉണ്ടാകാതിരിക്കൽ നിർബന്ധമാണ്. അവസാനത്തെ അക്ഷരം ഒരിക്കലും താൻ പാടില്ല, ഒരുപോലെ വരാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമാണ്. ഹത്ത എത്രത്തോളം ലായക്കൂനു, അപ്പോഴാണ് ഇല്ലാതാവുക, ലായക്കൂൻ ആവാതിരിക്കാൻ വേണ്ടി.
നഹു ഫിഹാ സുറും മർഫുഅ വഅക്വാബ് മൗദൂഅ. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ പറഞ്ഞതാ, തൊട്ട് മുമ്പത്തിൽ പറഞ്ഞു. ആ സുറും മർഫുഅ വഅക്വാബ് മൗദൂഅ സജീൽ പറഞ്ഞാണല്ലേ. സജീൽ പറഞ്ഞാൽ കവിതയിൽ വരുന്ന സജീലിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഉദാഹരണമാണത്. അപ്പോൾ ഇത് മിനൽ മുവാസനത്തി, അത് മുവാസനത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമാണ് ഈ തഫ്ഖിയത്തിൽ സമമാവരുത്. ഇപ്പോൾ തഫ്ഖിയത്തിൽ സമമായി മർഫുഅ മൗദൂഅ രണ്ടും ഒരേ അക്ഷരങ്ങളായി അതിന്. അപ്പോൾ തഫ്ഖിയത്തിൽ സമമാവരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പറഞ്ഞ ഉദാഹരണം എന്താവില്ല, മുവാസനത്തിൽ പെടൂല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിർബന്ധമായിട്ടും അങ്ങനെ അത് തഫ്ഖിയത്തിൽ സമമാവരുത് എന്ന് പറഞ്ഞത്. വയക്കൂന ബൈനൽ മുവാസനത്തി വസ്സജഇ മുബായിനത്തുൻ ഇല്ലാ അലാ റൈബിനുൽ അസീരി. വയക്കൂന് ഉണ്ടായിട്ടുണ്ട് ബൈനൽ മുവാസനത്തി വസ്സജഇ, സജഇൻ്റെയും മുവാസനത്തിൻ്റെയും ഇടയിൽ മുബായിനത്തുൻ വൈരുദ്ധ്യമുണ്ട്. ഇല്ലാ അലാ റൈബിനുൽ അസീരി, ഇബ്നു അസീർ എന്നവരുടെ റൈ പ്രകാരം അല്ലാതെ. ഫഇന്നഹു അദ്ദേഹം ഇഷ്തറത്തു ഷർത്താക്കി ഫി സജഇ, സജഇൽ അത്തസാവി ഫിൽ വസ്നി വത്തഖഫിയത്തി, വസ്നിലും തഖഫിയത്തിലും എന്താവണം, യോജിക്കണം എന്ന് ഷർത്താക്കി. വയിഷ്തറത്തു ഫിൽ മുവാസനത്തി, മുവാസനത്തിൽ മൂപ്പർ ഷർത്താക്കി അത്തസാവി ഫിൽ വസ്നി ദൂന ഹർഫിൽ അഖീരി, വസ്നിൽ മാത്രം സമമായാൽ ആണ് ഷർത്താക്കിയത്, ദൂനൽ ഹർഫിൽ അഖീരി അവസാനത്തെ അക്ഷരത്തിനല്ല. ഫനഹവു ഷദീദുൻ ഖരീബ്, അപ്പോൾ നഹവ് ഷദീദ് ഖരീബ് എന്നുള്ളത് ലൈസ ബി സജഇൻ, അതെന്തല്ല സജ അല്ല. വഹുവ അഖസ്സു മിനൽ മുവാസനത്തി, അത് മുവാസനത്തിനേക്കാൾ കുറച്ചുകൂടി അഖസ്സാണ്. വഇദാ തസാവിൽ ഫാസിലത്തൈനി ഫിൽ വസ്നി ദൂന തഖഫിയത്തി, അപ്പോൾ വഇദാ തസാവി സമമായാൽ അൽ ഫാസിലത്താനി രണ്ട് ഫാസിലകൾ ഫിൽ വസ്നി വസ്നിൽ സമമായി ദൂന തഖഫിയത്തി തഫ്ഖിയത്തിലല്ല. ഫഇൻ കാന അപ്പോൾ ആണെങ്കിൽ മാ ഫി ഇഹ്ദൽ ഫാസിൽ ഖരീനത്തൈനി രണ്ട് ഖരീനകൾ, അതായത് രണ്ട് ഫിക്രകൾ അല്ലെ, രണ്ട് ഭാഗങ്ങൾ തമ്മിൽ അതിലേതെങ്കിലും ഒന്നാണെങ്കിൽ മിൻ അൽഫാദ് ലഫ്ദുകളിൽപ്പെട്ട ഔ അക്സറു അല്ലെങ്കിൽ അധികവും, ഒന്നില്ലെങ്കിൽ ഈ ഫിക്രകളിലെ ഏതെങ്കിലും ഒന്നിൽ അല്ലെങ്കിൽ അത് അധികവും, മിസ്ലുമാ യുക്കാബിലു അതിനോട് തുല്യമായ ഒന്നിനോട് തുല്യമാണെങ്കിൽ, മിസ്ലു മാ ഒന്നിനോട് ഒന്നുപോലത്തതാണെങ്കിൽ, യുക്കാബിലു ഇതിനോട് മുക്കാബലയായി വരുന്ന സാധനങ്ങളോട് തുല്യമാണെങ്കിൽ, മിനൽ ഖരീനത്തിൽ ഉഖറ മറ്റേ സെൻറ്റൻസിൽ മറ്റേ വിഭാഗത്തിലുള്ള ആ ലഫ്ദുകളിൽ ഇതിനോട് അധികവും തുല്യമാണെങ്കിൽ, ഫിൽ വസ്നി വസ്നിൽ തുല്യമാണെങ്കിൽ, സവാഉൻ സമമാണ്, മാസലോ ഫി തഖ്ഫിയത്തി ഔല അതിന് തഖ്ഫിയത്തിൽ സമമായിട്ട് അല്ലാതിരിക്കട്ടെ, ഹസ്സൻ ആദന്നോ ഓ മിനൽ മുവാസനത്തി. അപ്പം ഇങ്ങനെ വരുന്ന ഇനം, അതായത് ഓരോ ഫിഖറയിലുള്ള അധികവും അല്ലെങ്കിൽ അതിൽപ്പെട്ട ചിലത് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ ഫിക്രയിലുള്ള അതിനോട് അധികരിച്ചതിലും എന്താകുന്നുണ്ടെങ്കിൽ സമമാകുന്നുണ്ട്, വസ്നിൽ സമമാകുന്നുണ്ടെങ്കിൽ ആ ഇനത്തിന് പ്രത്യേകമാകും ബിസ്മിൽ മുമാസലത്തി, മുമാസലത്ത് എന്ന പേര് കൊണ്ട് പ്രത്യേകമാകും. അപ്പോൾ അതിനെന്താണ് പേര് പറയുക, മുമാസലത്ത് എന്നാണ് പേര്. വഹിയ ലാ തഖ്തസ്സു ബിന്നസിരി, വഹിയ ഈ ഇനം, അതായത് ഈ മുവാസലത്തായാലും മുമാസലത്തായാലും അതെന്തല്ല, ലാ തഖ്തസ്സു അത് പ്രത്യേകമാവുകയില്ല, ബിന്നസിരി എന്തുകൊണ്ട് മാത്രം, ഈ മുമാസലത്ത് എന്ന് പറയുന്ന ഇനം അത് വെറും എന്തുകൊണ്ട് പ്രത്യേകമല്ല, നെസറ് കൊണ്ട്. മുവാസലത്ത് എന്ന് പറഞ്ഞ ഈ ഇനം അത് ഗദ്യം കൊണ്ട് മാത്രം പ്രത്യേകമല്ല. നേരത്തെ നമ്മൾ പറഞ്ഞു കമാ തവഹമ ബഅദും മിൻ ലാഹിരി ഖൗലിഹിം തസാവിൽ ഫാസിലത്തൈനി, കമാ തവഹമ തെറ്റിദ്ധരിച്ചതുപോലെ, ബഅദു ചില ആളുകൾ മിൻ ലാഹിരി ഖൗലിഹിം അവരുടെ വാക്കിൻ്റെ ലാഹിർ കൊണ്ട്, എന്താ ലാഹിർ, തസാവിൽ ഫാസിലത്തൈനി, ഫാസില എന്ന് പറഞ്ഞത് ഗദ്യത്തിൽ ഉണ്ടാകുക എന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തെറ്റിദ്ധരിച്ചതുപോലെ, വലാ ബിന്നദ്മി ഗദ്യത്തിന് പദ്യത്തിൽ മാത്രവും എന്തല്ല പ്രത്യേകമല്ല, അലാമ ദഹബ ഇലൈഹിൽ ബഅദു ചില പണ്ഡിതന്മാർ ചില ആളുകൾ ആ ഒരു അഭിപ്രായത്തിലേക്കാണ് പോയിട്ടുള്ളത്. അത് പ്രകാരം ബൽ എന്നല്ല യജ്രി ഫി ഖബീലൈനി ഈ രണ്ട് വിഭാഗത്തിലും നസറിലും ഗദ്യത്തിലും പദ്യത്തിലും എന്താവും അത് നടന്നിട്ടുണ്ട്. വലിദാലിക അതുകൊണ്ടാണ് ഔറദ മുസന്നിഫ് കൊണ്ടുവന്നു മിസാലൈനി രണ്ട് ഉദാഹരണം. ഈ പറഞ്ഞ ഇനത്തിന് രണ്ട് ഉദാഹരണം മൂപ്പർ പറയുന്നുണ്ട്, ഒന്ന് ഗദ്യത്തിലുള്ളതും ഒന്ന് പദ്യത്തിലുള്ളതിനുമാണ്. നഹു ഖൗലിഹി തആല അല്ലാഹു തആലാന്റെ വാക്ക് പോലെ നസറിന് ഉദാഹരണം പറയാണ്, വഅതൈനാഹുമൽ കിതാബൽ മുസ്തബീൻ വഹദൈനാഹുമാ സിറാത്തൽ മുസ്തഖീം. വഅതൈനാഹുമ അവർക്ക് രണ്ടാക്കും നാം നൽകി, കിതാബൽ മുസ്തബീൻ വളരെ വ്യക്തമായ കിതാബ്, വഹദൈനാഹും അവർ രണ്ടാളെയും നാം നയിച്ചു, സിറാത്തുൽ മുസ്തഖീം യഥാർത്ഥ പാന്താവിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക്. അവിടെ നോക്കി മുസ്തബീൻ മുസ്തഖീം അല്ലേ, കിതാബ് സിറാത്ത്, അതൈനാഹുമ അതൈനാഹുമ എന്നിങ്ങനെ വസ്നിൽ മാത്രം എന്ത് ചെയ്തു യോജിച്ചു വന്നു. അപ്പോൾ ഇതിനെന്ത് പറയും, മുവാസനത്തി എന്ന് പറയും. അപ്പോൾ കൗലു അബി ബഹ്തരി എന്ന കവിയുടെ വാക്കുപോലെയും
അതും ഉദാഹരണമാണ്. മുഹൽ വഹ്ഷി ഇല്ല അന്നഹ അൻഹാത ഔ ആനസിൻ കുനൽ ഖത്വി ഇല്ല അൻ തിൽക ദവാബിലു. മുഹൽ വഹ്ഷി ജമു മുഹാത്തിൻ, മുഹാത്തിന് ജമാണ് മുഹ. വഹിയൽ ബക്കറത്തുൽ വഹ്ഷിയ, അത് കാട്ടുപോത്തിനാണ് അങ്ങനെ പറയല്. അപ്പോൾ ആ പെണ്ണുങ്ങൾ ഏതുപോലെയുണ്ട്? കാട്ടുപോത്തിനെ പോലെയുണ്ട്. ഇല്ല എങ്കിലും എന്നാലും എങ്കിലും ഈ പെണ്ണുങ്ങൾ ഔ അനസ അവർ നല്ല അവരെ കൊണ്ട് സമാധാനം കിട്ടുന്നവരാണ്. കുനൽ ഹത്തി അവർ കുന്തങ്ങളാണ്. ഹത്തിലുണ്ടാക്കുന്നൊരു കുന്തങ്ങളാണെന്നാണ്. കുന എന്ന് പറഞ്ഞാൽ കുന്തം, നഹത്തുന്ന സ്ഥലത്തിൻ്റെ പേരാ. അത് യമാമയിലുള്ള സ്ഥലമാണ്. അവിടെ ഈ കുന്തങ്ങൾ ഉണ്ടാക്കുന്ന, അപ്പോൾ അതിന് അങ്ങനെ പേര് വന്നു. ഇല്ലെങ്കിൽ അന്നത്തിൽക്കൽ കന ദവാബിലു, അത് നല്ല മിനുസമുള്ള നല്ല കണ്ണൻ ചിമ്പിക്കുന്ന കുന്തങ്ങളാണെന്ന് അർത്ഥം. വാദി നിസവൻ അവാദിറു എന്നർത്ഥം. അപ്പോൾ അവിടെയുള്ള പെണ്ണുങ്ങൾ നല്ല കണ്ണൻ ചിമ്പിക്കുന്ന നല്ല പെണ്ണുങ്ങളാണ് എന്നർത്ഥത്തിന്. വൽ മിസാലാനി, ഈ രണ്ട് ഉദാഹരണങ്ങൾ മിമ്മ യക്കൂനു അക്സറു മാഫി ഹദൽ ഖരീനത്തൈനി മിസ്ലുമാ യുഖാബിലു മിനൽ ഉഖറ. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ രണ്ടും മിമ്മ ഒന്നിൽപ്പെട്ടതാണ്. യക്കൂനു അക്സറു മാഫിൽ ഖരീനത്തൈനി, ഈ രണ്ട് വിഭാഗത്തിൽ രണ്ട് ഫിക്രത്തിലുമുള്ള അതിൽ ഏതെങ്കിലും ഒന്നിലുള്ളത് അധികവും യുമാസിലു മിസ്ലുമാ യുഖാബിലു ഫിൽ ഉഖറ, അതുപോലത്തിൻ്റെ മുഖാബിലുള്ളതിനോട് തുല്യമായിട്ട് വന്നതാണ്. ഇല്ലേ അദമി തമാസുലി ആത്തൈനാവുമ വദൈനാവുമ, കാരണം ആത്തൈനാവുമ അതൈനാവുമ എന്തില്ല മുമാസലത്തില്ല. അപ്പോൾ അതുകൊണ്ട് അക്സറും അങ്ങനെ വന്നതിന്, മുഴുവനല്ല അക്സറും അങ്ങനെ വന്നതിന് ഉദാഹരണമാണ് വസ്നൻ. വസ്നിൽ രണ്ട് ഒന്നിക്ക് ഒരുപോലെ അല്ലല്ലോ എന്നർത്ഥം. വക്കദാലിക്ക ഹത്താവത്തിൽക്ക് അങ്ങനെ തന്നെ, ഹാത്തിൻ തിൽക്ക് അങ്ങനെ തന്നെ. ഇനി മിസാലുൽ ജമീ, എല്ലാം ഒരുപോലെ വന്നതിന് ഉദാഹരണം ഖൗലു അബീ തമാം അബൂ തമാമിൻ്റെ കവിത. ഫഅഹ്ജമ ലമ്മാ ലം യജിദ് ഫീക മത്വഅമ വഅഖ്ദമ ലമ്മാ ലം യജിദ് അൻക മഹ്റബ. കണ്ടോ, അഹ്ജമ അത് വിദൂരത്തായി, അത് തടഞ്ഞു നിന്നു. ലമ്മാ ലം യജിദ് അതിനെത്തിക്കാതിരുന്നപ്പോൾ, ആ സിംഹത്തിനെത്തിക്കാതിരുന്നപ്പോൾ, ഫീക നിന്നിൽ മത്വഅൻ ഒരാഗ്രഹം. വാഖദമ അത് മുന്നിട്ട് വന്നു. ലമ്മാ ലം യജിദ് അൻക മഹ്റബൻ നിന്നിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോൾ. അല്ലേ പഹജമ ഖദമ ലമ്മ ലം യജിദ് ലമുണ്ട് നൻക ഫീക മത്വഅൻ മഹ്റബൻ. ഒക്കെ ഏകദേശം എല്ലാം ഒരുപോലെ, മുഴുവനും എന്തായി ഒരുപോലെ വന്നു. അപ്പോൾ അതിന് ഉദാഹരണം. മറ്റൊരുത്ത് അധികവും അങ്ങനെ വന്നതിന് ഉദാഹരണമാണ്. വഖദ് കസ്റ ദാലിക ഫി ശഅരിൽ ഫാരിസീന, ഈ മുവാസനത്ത് അത് ഫാരിസി കവിതകൾ അധികരിച്ചു വന്നിട്ടുണ്ട്. വാക്സർ മദായിൻ അബിൽ ഫറജിൽ റൂമി, അബുൽ ഫറജ് റൂമി എന്നവരുടെ അധിക മദ്യാഹികളിലും അധിക പുകഴ്ത്തൽ കവിതകളിലും അത് വന്നിട്ടുണ്ട്. മീൻ ഷുറായിൽ അജമി, അദ്ദേഹം അജമി കവിതകളിൽപ്പെട്ട ആളാണ്. അൽ മുമാസലത്തി പറഞ്ഞ മുമാസലത്തിൻ്റെ മേൽ അത് അധികരിച്ചു വന്നിട്ടുണ്ട്. വഖദ് ഇക്തഫൽ അൻവാരി അഹ്സറ ഫി ദാലിക, അൻവാരി എന്നവർ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ അസറിൽ ഇത് മതിയാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാണ്, അവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ പറഞ്ഞ ഇന്നത്തെ മുവാസനത്തി എന്ന വസ്ന് അതെങ്ങനെയാണെന്നും അതും മറ്റേ നമ്മളെ വസജവും തമ്മിലുള്ള മാറ്റം, ഇതിൽ മുവാസനത്തി എന്ന ഇനം അതൊക്കെ എന്താണെന്ന് പ്രത്യേകം എഴുതി ഉദാഹരണ സഹിതം എഴുതി അറിയിക്കുക ഇൻഷാ അല്ലാഹ്. ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിനെടുക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.